നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ കണ്ട മികച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രഗത്ഭനായ വ്യക്തിയാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് ഏറെക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ മുഖമായി മാറിയ സീതാറാം യെച്ചൂരിയാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ കാലഘട്ടം വരെ ഇന്ത്യ സഖ്യം എന്നതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഒരുപാട് പറയാനുണ്ട്. അതിലേക്കാണ് ആദ്യം കടക്കുന്നത്. അജിംസ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളെല്ലാം കണ്ടതാണ്. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് എന്തായിരുന്നു ഇടതുപക്ഷത്തിന് എന്തായിരുന്നു യെച്ചൂരി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ട് തരത്തിലുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലെ ഒരാൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ച് നിരവധി ജന്മിവിരുദ്ധ കലാപങ്ങൾ, സമരങ്ങൾക്ക് നേതൃത്വം നൽകി അതിൽ പങ്കാളിയായിട്ടുള്ള ആൾ. ഇപ്പോൾ സുന്ദരയ്യെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മറ്റൊരു തരത്തിലുള്ള ആളുകൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആളുകളുണ്ട്. അവരും എങ്ങനെയാണ്, അവരും ജനകീയമായ സമരരംഗത്തൂടെ വളർന്നു വന്ന ആളുകളുണ്ട്. ഒരുപാട് സമരങ്ങൾ നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതിൽ യുവജന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും വർഗ ബഹുജന സംഘടനകളുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രക്ഷോഭങ്ങളിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരുണ്ട്. ചിലർ ബുദ്ധിജീവികളുണ്ട്. അവർ ചിലപ്പോൾ പ്രക്ഷോഭരംഗത്തൊന്നും സജീവമായിരിക്കില്ല, പക്ഷേ ചിന്താമേഖലയിലും മറ്റും അവർ ധാരാളമായി സംഭാവന നൽകിയിട്ടുള്ള നേതാക്കളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ശ്രേണിയിലുള്ള നേതാക്കളുള്ള ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ യെച്ചൂരിയെ സംബന്ധിച്ച്, യെച്ചൂരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത് ഈ പഴയ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദിലൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ഉസ്മാനിയ കോളേജ് പഠിക്കുമ്പോഴൊന്നും അദ്ദേഹം ഈ വിദ്യാർത്ഥി സമരരംഗത്തൊന്നുമില്ല. അദ്ദേഹം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റിലൊന്നും പങ്കെടുക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെ പങ്കെടുക്കാത്ത ഒരാൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ട്രാൻസ്ഫറിനനുസരിച്ച് പല സ്ഥലങ്ങളിലും മാറി മാറി പഠിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് JNUവിലാണ്. അദ്ദേഹം ഡൽഹിയിലെത്തി JNUവിൽ എക്കണോമിക്സ് PG ചെയ്യാൻ വേണ്ടി ചേരുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അന്നത്തെ JNU എന്ന് പറയുന്ന SFIയുടെയൊക്കെ ഒരു കേന്ദ്രം കൂടിയാണല്ലോ. മറ്റൊന്ന് അടിയന്തരാവസ്ഥ കാലവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി യെച്ചൂരി, നമുക്ക് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന പഴയ ചില ചിത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ സമരരംഗത്ത് JNUവിലുണ്ടായിരുന്ന സമരങ്ങൾ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷവും JNUവിൻ്റെ ചാൻസലർ സ്ഥാനം രാജിവെക്കാത്ത ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിയെ നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നൊരു ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. ഒരു PG കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ദൗർഭാഗ്യവാനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നിട്ടില്ല. ആ അർത്ഥത്തിൽ അദ്ദേഹം ഭാഗ്യവാൻ കൂടിയാണ്. ദൗർഭാഗ്യവാനുമാണ്, ഭാഗ്യവാനുമാണ്. കാരണം അധികാര രാഷ്ട്രീയത്തിൻ്റെതായ ഒരു തരത്തിലുള്ള റിവിഷനിസ്റ്റ് ടെൻഡൻസി ഒന്നും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിട്ടേ ഇല്ല. അദ്ദേഹത്തെ അഴിമതിക്കാരെന്ന് ആരും വിളിക്കുന്നില്ല, അദ്ദേഹം ഒരു സ്വേച്ഛാധികാരിയാണെന്ന് വിളിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ സ്വതന്ത്രനായ ഒരു പാർട്ടി പ്രവർത്തകനായി അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു. അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ജനകീയ നേതാവുമായിരുന്നില്ല. അതായത് ഒരു മാസ് സ്ട്രഗിൾ നേരിട്ട് നയിച്ച ഒരാളോ അങ്ങനെ ജനകീയ സമരങ്ങളിലൂടെ വളർന്നു വന്ന ആളുമല്ല. എന്നാൽ അദ്ദേഹം ആണ്. എന്നാൽ ഒരു ബുദ്ധിജീവി മാതിരി അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു. അങ്ങനെയല്ല, അദ്ദേഹം സംഘടനയ്ക്ക് നേതൃത്വം നൽകി, സംഘടനയിൽ പ്രവർത്തിച്ചു. 36-ാമത്തെ വയസ്സിലോ മറ്റോ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെത്തി. വളരെ ചെറിയ പ്രായത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതമായി, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം എത്തി. അപ്പോൾ അങ്ങനെ സംഘടനയുടെ വിവിധ തലങ്ങളിൽ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന, അപ്പോൾ തന്നെ ചോദിച്ചത് സംഭാവനയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന 90-കൾക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മാറ്റത്തിൽ, അതായത് 90-ക്ക് ശേഷം എന്ന് പറയുന്ന പോസ്റ്റ് ബാബരി മസ്ജിദിൻ്റെ പതനത്തിന് ശേഷം BJPയുടെയും RSSൻ്റെയും വലിയ തോതിലുള്ളൊരു വളർച്ച ഉണ്ടായ സമയത്ത് അതിനെ ചെറുത്ത് നിൽക്കാൻ വ്യത്യസ്ത പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ് അദ്ദേഹം. അത് നരസിംഹറാവുവിൻ്റെ സർക്കാരിന് ശേഷം, അതായത് ബാബരി മസ്ജിദ് പൊളിച്ച സർക്കാരിന് ശേഷം അസ്ഥിരമായ 1-2 സർക്കാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ദേവഗൗഡ, IK ഗുജ്റാൾ തുടങ്ങിയവരൊക്കെ പ്രധാനമന്ത്രിയായ സമയത്ത് അത്തരം ഐക്യ സർക്കാരുകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം. ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം. അദ്ദേഹം മാത്രമല്ല, പ്രകാശ് കാരാട്ടും. ഈ പ്രകാശ് കാരാട്ടും യെച്ചൂരി എന്ന് പറഞ്ഞാൽ ഇരട്ട കുട്ടികളാണ്, CPMൻ്റെ ഇരട്ട കുട്ടികൾ എന്നാണ് അറിയപ്പെട്ടത്. കാരണം ഒരേപോലെ വളർന്നു വന്ന 2 നേതാക്കളാണ് അദ്ദേഹം. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ ഈ വലിയ ഡ്രാമകളുടെ കട്ടന് പുറകിൽ പ്രവർത്തിച്ച ഒരു അനുഭവ സമ്പത്ത് യെച്ചൂരിക്കുണ്ടായി.
എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തിപരമായ തുണല്ല, പാർട്ടിക്ക് CPM എന്ന പാർട്ടിക്കും വലിയ നേട്ടം അതുകൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ കാലത്ത് 90കളിൽ ഉണ്ടായിട്ടുള്ള അത്ര ഐക്യ സർക്കാരുകളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ 2004 UPA സർക്കാരിൻ്റെ ഫോർമേഷനിലേക്ക് നയിച്ചത്. ആ ഒരു അനുഭവ സമ്പത്തും ആ ആശയവും, ഇപ്പോൾ കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ള ഒരു ആശയം കൊണ്ടുവരുന്നത് തന്നെ അന്ന് കാരാട്ടുകൊണ്ട് യെച്ചൂരിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. സുർജിത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. അതിനുശേഷം കാരാട്ട് വരുന്നു, പിന്നീടാണ് യെച്ചൂരി വരുന്നത്. യെച്ചൂരി ദൗർഭാഗ്യവാനാണ് എന്ന് പറയാനുള്ളൊരു കാരണം അദ്ദേഹത്തിന് ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അത് ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പി സുന്ദരയ്യയെ ഓർക്കാതെ യെച്ചൂരി ഓർക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സുന്ദരയ്യയുടെ അവസാന നാളുകളിൽ അദ്ദേഹം യെച്ചൂരിയോടൊപ്പമാണ് കൂടുതൽ കാലം ചെലവഴിച്ചിട്ടുള്ളത്. ഇപ്പം യെച്ചൂരി സുന്ദരയ്യയും ഒരേ സ്റ്റേറ്റിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും സുന്ദരയ്യ ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നുണ്ട്. പക്ഷേ സുന്ദരയ്യയും യെച്ചൂരി ഞാൻ താരതമ്യം ചെയ്യുകയല്ല. സുന്ദരയ്യ എന്ന് പറയുന്നാൽ ഈ തെലങ്കാന കലാപത്തിൽ, തെലങ്കാന സമരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അങ്ങനെ ഒരു പാരമ്പര്യം ഇദ്ദേഹത്തിനില്ല, യെച്ചൂരിക്കില്ല. യെച്ചൂരി അതിനൊക്കെ സമകാലീനം പോലുമല്ല. പക്ഷേ ഈ വിദ്യാർത്ഥി ജീവിതത്തിലും അതിനുശേഷം പാർട്ടിയുമായി പ്രവർത്തിക്കുമ്പോഴും സുന്ദരയ്യയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സഹവാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സുന്ദരയ്യ ഇതിലേക്ക് റെഫർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, യെച്ചൂരിയുമായി അദ്ദേഹത്തിന് സഹവാസം ഉണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ സുന്ദരയ്യ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം പോളിറ്റ് ബ്യൂറോ അംഗത്വവും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചതിന് ശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലമാണ്. ആ കാലത്താണ് അദ്ദേഹം യെച്ചൂരിയോടൊപ്പം ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ സംസാരിച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ RSSനെ ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള 2 കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. ഒന്ന് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയാണ്. RSSനെ ശരിയാവണ്ണം വിലയിരുത്തിയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSനെ വിലയിരുത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ശരിയാവണ്ണം ശരിയായ സമയത്ത് വിലയിരുത്തിയിട്ടുള്ള 2 നേതാക്കളിൽ 2 പേരാണ്, ഒന്ന് സുന്ദരയ്യയും ഒന്ന് യെച്ചൂരിയും. കാരണം RSSനെ പറ്റി കൃത്യമായ ബോധ്യം യെച്ചൂരിക്കും ഉണ്ടായിരുന്നു, അത് സുന്ദരയ്യക്കും ഉണ്ടായിരുന്നു. സുന്ദരയ്യ ഞാൻ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അദ്ദേഹം രാജിവെക്കും. ആ കുറിപ്പ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. 91-ലോ 92-ലോ മറ്റോ ആണ് ആ കുറിപ്പ് പുറത്തു വരുന്നത്, പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ കുറിപ്പിൽ അദ്ദേഹം ഞാൻ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സുന്ദരയ്യ പറയുന്നത്, അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി ജനസംഘത്തെക്കുറിച്ചാണ് പറയുന്നത്, ജനസംഘവുമായി ചേർന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതാൻ പാർട്ടി എടുത്ത തീരുമാനത്തിൽ എനിക്കുള്ള വിയോജിപ്പാണ് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഇതിപ്പോൾ സ്വതന്ത്ര പാർട്ടി, ജനതാദൾ, കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് അവരുമൊക്കെയായി കൈകോർക്കുന്നത് സൈദ്ധാന്തികമായി തെറ്റ് തന്നെയാണ്. കാരണം അതെല്ലാം വലതുപക്ഷ ബൂർഷ്വാ പാർട്ടികളാണ്. അവരെല്ലാം ജന്മി മേധാവിത്വത്തെയും സാമ്രാജ്യത്തെയും പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷെ അതുപോലെയല്ല ജനസംഘത്തെ പിന്തുണയ്ക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ സ്വഭാവ ഗുണങ്ങളോടൊപ്പം തന്നെ ഈ പാർട്ടി, ജനസംഘം എന്ന പാർട്ടി, RSSൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ്. രണ്ടാമത്തെ കാര്യം, അവർ കമ്മ്യൂണലാണ്, ഹിന്ദു ഷോവനിസ്റ്റ് പാർട്ടിയാണ്. അത് രാജ്യത്തെ മജോറിറ്റേറിയനിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ്. അതുണ്ടാക്കുന്ന അപകടം ഇവരുമായി കൂട്ടുകൂടുന്നതിനേക്കാൾ വലുതായിരിക്കും എന്ന് അദ്ദേഹം ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതേ രാഷ്ട്രീയ ചിന്ത യെച്ചൂരിക്കും ഉണ്ടായിരുന്നു. യെച്ചൂരി എഴുതിയിട്ടുണ്ട്, ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് RSSനെ കുറിച്ച്. എന്ന് മാത്രമല്ല, യെച്ചൂരിയുടെ രാഷ്ട്രീയ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ജനറൽ സെക്രട്ടറി അതിന് ശേഷമുള്ള കാലമാണ്, 2015 ശേഷമുള്ള കാലമാണ്. ആ കാലത്താണ് മോദി അധികാരത്തിൽ വരുന്നത്, മോദിയുടെ 2 മോദി സർക്കാരിലെ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ നാം നിൽക്കുന്നത് എന്താണ്, 2015 സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേ അല്ല ഇന്ന് ഇന്ത്യ ഉള്ളത്. ഇന്നെന്താണ് നമ്മൾ കാണുന്നത്, ഇന്ന് കുറേ കൂടി ശക്തമായ ഒരു പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ ബീജാവാപത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരാളാണ് സീതാറാം യെച്ചൂരി എന്ന് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ പോലെയുള്ള ഒരു ട്വീറ്റിലുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ഞങ്ങളുടെ സംഭാഷണങ്ങൾ അത് ഇന്ത്യയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു പങ്കുവച്ചതെന്ന് രാഹുൽ ഗാന്ധി ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ പോലും രാഷ്ട്രീയ ചിന്തയെ സ്വാധീനിക്കാൻ സീതാറാം യെച്ചൂരി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പല സുഹൃത്തുക്കളും പറയാറുള്ളത്. അത്തരം രാഹുൽ ഗാന്ധിയുടെ പോലും ചിന്തകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു യെച്ചൂരി എന്നാണ്. അപ്പോൾ ഇന്ന് നാം കാണുന്ന ഇന്ത്യ മുന്നണി, അതുപോലെ ദുർബലമായ NDA, ദുർബലമായ BJP, ദുർബലനായ മോദി എന്ന ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് സീതാറാം യെച്ചൂരി വിടവാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പദം അവിടെ നിലർത്തിക്കൊണ്ട് തന്നെ ദൗർഭാഗ്യവാൻ എന്നർത്ഥം, പാർട്ടി ക്ഷയിച്ചപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഭാഗ്യവാനാണ്. കാരണം അത്തരം ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിടവാങ്ങുന്ന അർത്ഥത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഭാഗ്യവാനുമാണ് എന്ന് ഓർക്കാൻ കഴിയും.
നിഷാദ്, ഞാൻ അവിടുന്ന് കണക്ട് ചെയ്ത് ചോദിക്കട്ടെ. അതായത് ഫാസിസത്തിനെതിരെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ആ എക്സ്ട്രീം വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായിട്ട് പഠനം നടത്തി ഏത് രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ 2015 ശേഷം എങ്ങനെ പോകണം, എങ്ങനെയാകണം, ഇല്ലെങ്കിൽ എന്താകും ഇന്ത്യ എന്നൊക്കെയുള്ളതിൽ അത്രയും ആശങ്കപ്പെട്ട് ഈ ഇന്ത്യ സഖ്യം എന്നതിലേക്കൊക്കെ എത്തുന്നതിൽ ഇപ്പം പറയുമ്പം ഇടതുപക്ഷത്തിന് വലിയ നഷ്ടമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് സീതാറാം യെച്ചൂരിയുടെ വിയോഗം നഷ്ടമല്ലേ? തീർച്ചയായും. അല്പസമയം മുമ്പ് നമ്മൾ ഈ ഒബിച്വറി എടുക്കുമ്പോൾ AK ആൻ്റണി പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ ഇന്ന് ഏറ്റവും അദ്ദേഹത്തെ ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞു പോയതെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമെന്നാണ്. ഒരു നേതാവ് പ്രായമാകുമ്പോൾ മരിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് സീതാറാം യെച്ചൂരിയെ കുറച്ചു കാലം കൂടി ഈ മതനിരപേക്ഷ രാഷ്ട്രം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അകാലത്തിൽ പോയി എന്നത് സങ്കടകരമാണ് എന്നതാണ്. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രതിപക്ഷ ചേരി അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശബ്ദം, ഇന്ത്യൻ ബഹുസ്വരതയുടെ ശബ്ദം, ഇന്ത്യൻ മതനിരപേക്ഷത എന്ന ആശയത്തിൻ്റെ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതിന് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്മൃതികൾ പങ്കുവയ്ക്കുന്നു. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ 2015 അദ്ദേഹത്തിൻ്റെ ടെന്യൂർ പൂർത്തിയാക്കി അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ പാർലമെൻറ്റിലെ മുഴുവൻ മനുഷ്യരും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് വീണ്ടും ഒരിക്കൽ കൂടി അവസരം കൊടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വിമർശിക്കപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക്, പാർലമെൻറ്റേറിയൻ എന്ന നിലയ്ക്ക്, മാർക്സിസ്റ്റ് എന്ന നിലയ്ക്കെല്ലാം അദ്ദേഹം വളരെ സവിശേഷമായ സ്പേസ് മാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന കാര്യം തർക്കമില്ല. മാർക്സിസം, ലെനിനിസം പോലുള്ള കാര്യങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന ഒരാൾ ആശയധാര എങ്ങനെയാണ് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഇന്ത്യൻ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ, ഇന്ത്യൻ മുതലാളിത്ത രാഷ്ട്രീയത്തിനെതിരെ മുന്നോട്ട് വെക്കേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഒപ്പം സാധാരണ നിലയ്ക്ക് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെയൊക്കെ ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള, നയപരിപാടികൾ രൂപീകരിക്കുന്നതിലൊക്കെ പങ്കാളിത്തമുള്ള, ആ നിലയ്ക്കുള്ള അത്രയും പോപ്പുലർ ലീഡേഴ്സ് ആവാനുള്ള സാധ്യതകളാണ്. EMS ഒക്കെയാണ് പിന്നെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം എടുത്താൽ ഇദ്ദേഹം മറിച്ചാണ്. കേരളത്തിലെ ആളുകൾ പോലും ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്. പക്ഷേ പ്രകാശ് കാരാട്ടിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന, സാധാരണ ജനങ്ങൾക്ക് പോലും അദ്ദേഹത്തോട് ഭയങ്കരമായ അടുപ്പവും ഇഷ്ടവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലളിതരൂപിയായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹം ഈസിലി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന, മാധ്യമങ്ങളോടായാലും പോലും അദ്ദേഹത്തിൻ്റെ സമീപനം നമ്മൾ കാണുന്നതാണ്. ഒപ്പം അദ്ദേഹം വളരെ പച്ചയായ രാഷ്ട്രീയം നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രാധാന്യവും ജനങ്ങൾക്കിടയിൽ അടുപ്പമുണ്ടായെന്ന് ചോദിച്ചാൽ, ഈ സീതാറാം യെച്ചൂരിയുടെയും ഒപ്പം പ്രകാശ് കാരാട്ടിൻ്റെയും ജനറൽ സെക്രട്ടറി ടെന്യൂറിലാണ് കേരളത്തിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കാലത്ത് VS അച്യുതാനന്ദൻ വലിയ തോതിൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കുകയും പാർട്ടി മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അവസാനം വലിയ പ്രതിഷേധം ഉയർന്നു വന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ മത്സരിക്കാൻ അനുവദിക്കുന്നതിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരികയൊക്കെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ആ കാലത്ത് VS അച്യുതാനന്ദൻ്റെ പൊസിഷനെ പിന്തുണയ്ക്കുകയും VSൻ്റെ കോസിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന ഒരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനാണ് കേരളത്തിന് യെച്ചൂരിയെക്കുറിച്ച് കിട്ടിയത്. അത് യെച്ചൂരിക്ക് കേരളത്തിൽ വലിയ ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്, സ്നേഹവും അടുപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ പ്രശ്നങ്ങൾക്കകത്ത് കേരളത്തിലെ ഒരു ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന പ്രബല വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് തീരുമാനവും നയവും പരിപാടിയും രൂപപ്പെടുത്തിയിരുന്ന ആളായിരുന്നില്ല. മറിച്ച് കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കായിട്ട് കേരളത്തിലെ ആഭ്യന്തര ശൈഥില്യങ്ങളെ കേൾക്കാനും തീരുമാനമെടുക്കാനും ഒക്കെ കഴിയും വിധത്തിൽ വിശാലമായ മനസ്സുള്ള ആളായിരുന്നു. ആഫ്റ്റർ ഓൾ ഏറ്റവും കൂടുതലായി പറയേണ്ടതെന്ന് ഇന്ത്യൻ മാർക്സിസ്റ്റ് പാർട്ടിയെ, അത് ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിലൊരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇത്രയധികം ഇഴയടുപ്പം വിവിധ കക്ഷികൾക്കിടയിൽ ഉണ്ടാവുക, അവയെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കുന്ന ഒരാളായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക, അത് ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതായിരുന്നു. അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായ റോളെടുത്ത ആളാണ്. അതിൻ്റെ നയപരിപാടികൾ ഉണ്ടാക്കുന്നതിൽ. അതിന് മുമ്പുണ്ടായിരുന്ന UPA 1 സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, UPA ഫസ്റ്റ് സർക്കാരിൻ്റെ കാലത്ത് വിയോജിപ്പുകൾ പലതും ഉള്ളപ്പോഴും ഞങ്ങൾ എല്ലാ വീക്കും പ്രണബ് മുഖർജിയുടെ വീട്ടിൽ മീറ്റിംഗ് ഇരിക്കുമായിരുന്നു. ആ മീറ്റിങ്ങിൽ തെറ്റാതെ വന്നുകൊണ്ടിരുന്ന രണ്ടുപേരാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും പിന്നെ സീതാറാം യെച്ചൂരിയും. ഇവർ എല്ലാ ആഴ്ചയിലും വരികയും വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും പല കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. ഒപ്പം ലെഫ്റ്റിൻ്റെ ഐഡിയോളജീസും ലെഫ്റ്റിൻ്റെ നയവും എന്താണെന്ന കാര്യം നിരന്തരമായി UPA സഖ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അവരുടെ നയത്തെ സ്വാധീനിക്കുകയും ചെയ്തു. നിർഭാഗ്യവാനെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇത് ഇടതുപക്ഷ ജനാധിപത്യം, ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയപരിപാടികൾക്ക് പുറത്തേക്ക് UPA ഫസ്റ്റ് സർക്കാർ പോവാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുകയും ഇടപെടുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഭരണത്തിനകത്തും നേരിട്ട് അദ്ദേഹം ഏതെങ്കിലും പോർട്ട്ഫോളിയോ ഏറ്റെടുക്കുകയോ ഭരണത്തിൻ്റെ കസേരയിൽ ഇരിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും ഒന്നാം UPA സർക്കാർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സർക്കാരാണ്
സമീപകാലത്ത് ഏറ്റവും മികച്ച സർക്കാരാണെന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ കഴിയുന്ന ഒരു സർക്കാരാണ് സർക്കാർ. അവർ കൊണ്ടുവന്ന പദ്ധതികൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ സാമ്പത്തിക നയങ്ങൾ, ജനക്ഷേമ പരിപാടികൾ, അത്രയും മികച്ചൊരു സർക്കാർ സമീപകാലത്ത് നമ്മുടെ ഓർമ്മയിൽ. ആ സർക്കാരിനെ സ്വാധീനിക്കുകയും ഡ്രൈവ് ചെയ്യുകയും ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു കസേരയിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഭരണരംഗത്തും എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്, രാഷ്ട്രീയ രംഗത്തുമെല്ലാം നിശ്ചയമായും ഇന്ത്യ ഓർക്കപ്പെടേണ്ട, ഈ കാലത്ത് പ്രത്യേകമായും ഓർക്കേണ്ട ഒന്നാണ്. CPIM സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണം നിശ്ചയമായും അകാലത്തിലാണ്.